ഓണക്കാലം എത്തുമ്പോൾ മാവേലിയുടെ വരവിനായി നാടൊരുങ്ങുകയാണ്. ആഘോഷങ്ങളുടെ നിറപ്പകിട്ടിനിടയിൽ പാരമ്പര്യത്തിന്റെ തനിമ കാത്തു സൂക്ഷിക്കുന്ന ഒരു കാഴ്ചയാണ് പല്ലാവൂർ തൂറ്റോടുള്ള 73-കാരനായ കണ്ടച്ചാമിയുടെ വീട്ടിൽ. ഓണത്തിന് മാവേലിക്ക് ചൂടാനുള്ള ഓലക്കുടകളുടെ നിർമ്മാണ തിരക്കിലാണ് ഈ വയോധികൻ. സുകേഷ് വല്ലങ്ങിക്കൊപ്പം ന്യൂസ് ഡെസ്കിൽ നിന്നും രേവതി സുബ്രഹ്മണ്യൻ തയ്യാറാക്കിയ പ്രത്യേക റിപ്പോർട്ട് കാണാം. കൈകളിൽ പ്രായത്തിന്റെ ചുളിവുകൾ വീണെങ്കിലും ഓലയും മുളയുടെ ഈരയും ചേർത്ത് കുടയൊരുക്കുന്നതിലെ വൈദഗ്ധ്യത്തിന് ഇന്നും ഒട്ടും മങ്ങലില്ല. 12-ാം വയസ്സിൽ തുടങ്ങിയതാണ് കണ്ടച്ചാമിയുടെ ഓലക്കുട നിർമ്മാണം. പൂർവികരിൽ നിന്ന് പകർന്നു കിട്ടിയ അറിവും കൈവഴക്കവുമാണ് അദ്ദേഹത്തിന്റെ കരുത്ത്. കാലം മാറിയിട്ടും തലമുറകളായി കൈമാറി വന്ന ഈ നാട്ടറിവ് കൈവിടാതെ അദ്ദേഹം ഇന്നും കുടകൾ നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നു. ബാർബർ തൊഴിലായിരുന്നു കണ്ടച്ചാമിയുടെ പ്രധാന ഉപജീവന മാർഗം. ബാർബർ ജോലിക്കൊപ്പം തന്നെയാണ് അദ്ദേഹം ഓലക്കുട നിർമ്മാണവും തുടർന്നത്. ആദ്യകാലത്ത് പാടത്ത് പണിയെടുക്കുന്ന തൊഴിലാളികൾ ഉപയോഗിച്ചിരുന്ന വള്ളിക്കുടകളായിരുന്നു നിർമ്മിച്ചിരുന്നത്. പിന്നീട് ആവശ്യക്കാരുടെ എണ്ണം വർദ്ധിച്ചതോടെ ക്ഷേത്രങ്ങളിലെ കതിരുത്സവങ്ങൾ ഉൾപ്പെടെയുള്ള വിവിധ ചടങ്ങുകൾക്കായി കുടകൾ നിർമ്മിച്ചു നൽകാൻ തുടങ്ങി. 12-13 വയസ്സിലൊക്കെ തുടങ്ങി. അന്ന് വല്ലിക്കുട പാടത്ത് കളമരിക്കാൻ പെണ്ണുങ്ങൾ പോകുമ്പോൾ പുറത്ത് വല്ലിക്കുട അതിങ്ങനെ കവിച്ച് വെച്ചാൽ കാറ്റോ മഴയോ കാറ്റോ ഒന്നും അടിക്കില്ല, അവർക്ക് യാതൊരു അനക്കും ഉണ്ടായില്ല. ഇന്നത്തെ കടലാസ് വന്നതിൽ ആ വല്ലിക്കുട പോയില്ലേ, വല്ലിക്കുട എങ്ങനെ ഇറ്റിങ്ങോട്ട് കവിച്ച് അവർ കുമ്പിട്ട അവർക്ക് കാറ്റോ മഴയോ ഒന്നും അറിയില്ല. ഇതിൻ്റെ ഉള്ളിലാണല്ലോ അവർ, വീട്ടിൻ്റെ ഉള്ളിൽ ഇരിക്കുമ്പോഴാണല്ലോ അവരിരിക്കുക. അതൊക്കെ പോയത് കടലാസ് വന്നതിൽ അത് പോയി. അപ്പം പിന്നെ ആ പണി ഇല്ല. ഇങ്ങനെ അമ്പലങ്ങളിലേക്കുള്ള പണികൾ മാത്രമേ ചെയ്യാറുള്ളൂ. അതിപ്പോൾ 2 പോത്തുണ്ട് അമ്പലത്തേക്ക് വേണ്ടി പറഞ്ഞിട്ടിപ്പോൾ ചെയ്യണം. ഒരു കുട നിർമ്മിക്കാൻ ഒരു ദിവസത്തെ അധ്വാനം വേണം. പനയോലയും മുളയുടെ ഈരയും ഉൾപ്പെടെയുള്ള അസംസ്കൃത വസ്തുക്കൾ പല സ്ഥലങ്ങളിൽ നിന്നായി വാങ്ങിയെത്തിച്ചാണ് നിർമ്മാണം. വീട്ടിലെത്തിച്ച ഓല വൃത്തിയാക്കി ആവശ്യത്തിന് ഉണക്കിയ ശേഷമാണ് കുടയുടെ വിവിധ ഭാഗങ്ങൾ നിർമ്മിക്കുന്നത്. ഓരോ ഘട്ടത്തിലും സൂക്ഷ്മതയും ക്ഷമയും ആവശ്യമാണ്. കൈപ്പണിയുടെ മികവിൽ രൂപപ്പെടുന്ന ഓരോ കുടയ്ക്കും ഏകദേശം 1000 രൂപയോളം വില വരും. ഓണക്കാലത്ത് ആവശ്യക്കാരേറെ എത്തുന്നതിനാൽ വിവിധ സ്ഥലങ്ങളിലേക്ക് കുടകൾ നിർമ്മിച്ചു നൽകുന്ന തിരക്കിലാണ് കണ്ടച്ചാമി. ഒരു ദിവസം ഒരു 2 ഉണ്ടാക്കും. എത്ര ദിവസം ഇപ്പം ഉണ്ടാക്കാൻ തുടങ്ങിയിട്ട്? ഞാൻ കർക്കിടക മാസം 30 ആയി തുടങ്ങിയിട്ട് അപ്പോൾ ചിങ്ങുമായില്ല. എത്ര ഉണ്ടാക്കി കഴിഞ്ഞു? ഇപ്പോൾ 10-25 ഉണ്ടാക്കി. ആവശ്യക്കാരുണ്ടോ? ആവശ്യക്കാർ എല്ലാ വർഷവും ഉണ്ടാക്കിക്കൊണ്ടിരിക്കുമോ? എല്ലാ വർഷവും. ഇതൊക്കെ ഇത് കഴിഞ്ഞാൽ 1 മാസം കഴിഞ്ഞാൽ ഞങ്ങളുടെ കതിർ മകോത്സവമായി, അപ്പോൾ അതിനുണ്ടാക്കും. അപ്പോൾ ഇങ്ങനെ ഞാൻ ഈ ക്ഷേത്രങ്ങളിലേക്കുള്ള പരിപാടിക്കുള്ള കുറവുകളൊക്കെ ഇങ്ങനെ ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കും. മുള പരുവിൽ നിന്ന് മുള വെട്ടും. പിന്നെ ഓല പലവിടെയും പനകൾ തിരഞ്ഞു പോയി വെട്ടിയിട്ട് വരികയാണ്. അപ്പോൾ അരകി മുള കൊണ്ടുവന്ന് അതിനെയൊക്കെ ചീന്തിയെടുത്ത് ഉണ്ടാക്കിയിട്ട് വേണം കുട ഉണ്ടാക്കാൻ. സഹായിക്കാൻ ഭാര്യയും ഉണ്ട്. ബാക്കിയുള്ള പണി ഓരോ ഇങ്ങനെ കുറയാനുമൊക്കെ കൂടന്മാരെയൊക്കെ സഹായിക്കും. കതിരും കൂടി മടയും, പക്ഷെ അതിപ്പോൾ കതിർ നമ്മളുടെ ഇല്ലല്ലോ. അത് വേറെ ഇപ്പം നമ്മളൊന്നും ഇപ്പോൾ ഇവിടെ ചെയ്യാനുണ്ട്. എത്ര വർഷമായി തുടങ്ങിയിട്ട്? ഇത് ഞാൻ എൻ്റെ 10-12 വയസ്സിലേ തുടങ്ങിയതാണ്. കുട്ടിക്കാലം ചെറിയക്കന്മാരായിട്ടൊക്കെ അവരൊക്കെ ഉണ്ടാക്കുമ്പോൾ അങ്ങനെ കണ്ടും പഠിക്കും. ഞങ്ങൾ പാരമ്പര്യമായിട്ടുള്ള തൊഴിലാണുള്ളത് ഞങ്ങളുടെ. മാവേലിയുടെ ഓണക്കാല വരവിനോടും നാടൻ ആഘോഷങ്ങളോടും ചേർന്ന് നിൽക്കുന്ന ഓണക്കുടകൾക്ക് ഇന്നും ആവശ്യക്കാരുണ്ട് എന്നത് ഈ പാരമ്പര്യ തൊഴിലിന്റെ പ്രസക്തി വ്യക്തമാക്കുന്നു. കാലം കണ്ടച്ചാമിയുടെ മറ്റൊരു തൊഴിലിനെ പക്ഷേ പതുക്കെ പിന്നിലാക്കി. പുതിയ തലമുറയ്ക്ക് പഴയ രീതിയിലുള്ള ബാർബർമാരെ ആവശ്യമില്ലാതായതോടെ ബാർബർ ജോലി അദ്ദേഹം അവസാനിപ്പിച്ചു. ഇപ്പോൾ വീട്ടിൽ വിശ്രമ ജീവിതത്തിലാണ്. എന്നാൽ വിശ്രമം കുട നിർമ്മാണത്തിന് തടസ്സമായിട്ടില്ല. കൈകൾക്ക് കഴിയുന്നിടത്തോളം പാരമ്പര്യത്തിന്റെ ഈ പണിപ്പുരയിൽ സജീവമായി തുടരാനാണ് കണ്ടച്ചാമിയുടെ തീരുമാനം. ഞാൻ ബാർബറായിരുന്നു കലാവൂർ. 50 വർഷം കലാവൂർ കടയിൽ വെച്ച് വരുന്നതിനാണ്. ഇപ്പോൾ പിന്നെ കുട്ടികളൊന്നും ഇനി നമ്മളുടെ ഒന്നും കണ്ടിപ്പിടിക്കില്ല. അപ്പം മാറി പറഞ്ഞാൽ ഞങ്ങളുടെ കുടത്തൊഴിലല്ലേ. നമ്മളിത് ഒരാളുടെ മുന്നിൽ പോയി നമ്മൾ കൈ നീട്ടുണ്ടാവും. നമ്മൾ
നമ്മൾ ചെയ്ത് നമ്മൾ അധ്വാനിക്കുമ്പോൾ നമ്മൾക്ക് അതിനുള്ള പ്രതിഫലം നമ്മുടെ ചെലവും കഴിയും. നമ്മളത് അങ്ങനെ അല്ലാണ്ട് ലാഭം നോക്കിയാൽ നമ്മൾ ഒന്നും ചെയ്യാൻ പറ്റില്ല. നമ്മുടെ കുലത്തൊഴിലാണല്ലോ. അപ്പം നമുക്ക് വഹിക്കുന്നവരെ നമ്മളത് ചെയ്യുമ്പോൾ നമുക്കും അതൊരു ആരോഗ്യമാണ് തൊഴിൽ ചെയ്യുമ്പോൾ. അപ്പോൾ അതങ്ങനെ നീണ്ടു പോട്ടെ പറഞ്ഞ് കയ്യെങ്കാലും ആരോഗ്യമുള്ളവരെ നമ്മളത് ചെയ്യാം. കുടനിർമ്മാണത്തിൽ ഭാര്യയും കണ്ടച്ചാമിയെ സഹായിക്കുന്നുണ്ട്. 2 മക്കളുടെയും പിന്തുണയുമുണ്ട്. തൊഴിലെന്നതിനപ്പുറം തങ്ങളുടെ കുടുംബ പാരമ്പര്യത്തിന്റെ ഭാഗമായാണ് കണ്ടച്ചാമി ഓലക്കുട നിർമ്മാണത്തെ കാണുന്നത്. ആധുനിക ജീവിതത്തിന്റെ തിരക്കിൽ പല നാടൻ കൈത്തൊഴിലുകളും അപ്രത്യക്ഷമാകുമ്പോൾ കണ്ടച്ചാമിയുടെ കൈകളിലൂടെ ഓരോ ഓലക്കുടയും പിറക്കുന്നത് ഒരു പാരമ്പര്യത്തിന്റെ തുടർച്ച കൂടിയാണ്. UTV ന്യൂസ്, പാലക്കാട്.